നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലേറ്റ് എഡിഷൻ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. ആദ്യം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കേസിൽ വീണ്ടും അറസ്റ്റ്. മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു അറസ്റ്റിലായി. കേസിൽ 7ാം പ്രതിയാണ് KS ബൈജു. വൈദ്യപരിശോധന പൂർത്തിയാക്കി KS ബൈജുവിനെ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചു. വിവരങ്ങളുമായി മനീഷ് മഹിമാൽ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മനീഷ്, ഈ കേസുമായി ബന്ധപ്പെട്ട 4ാമത്തെ അറസ്റ്റാണിത്. KS ബൈജുവിൽ നിന്ന് നിർണായകമായ എന്തൊക്കെ വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ശേഖരിക്കാനുള്ളത്? ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണോ KS ബൈജുവിലേക്ക് അന്വേഷണ സംഘം എത്തിയത്? പ്രവിത, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റാണ്. കേസിലെ ആകെ 4 അറസ്റ്റിലും 3ാമത്തെ ഉദ്യോഗസ്ഥ തലത്തിലെ അറസ്റ്റാണിത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 2019 ജൂലൈ 19 ഈ സ്വർണ്ണപ്പാളികൾ കൈമാറുന്ന സമയത്ത് തിരുവാഭരണ കമ്മീഷണറായിരുന്നു KS ബൈജു. അന്ന് 2019 ഈ കൈമാറ്റം നടത്തുന്ന സമയത്ത് സ്വർണ്ണപ്പാളിയിലുമുണ്ട്, ഒപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണ്ണപ്പാളികൾ. ഈ 2 കേസുകളിലും ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ അന്നത്തെ മഹർസറിൽ ഇത് കൈമാറ്റം ചെയ്യുമ്പോൾ സുപ്രധാനമായ ചുമതല വഹിച്ചിരുന്ന തിരുവാഭരണ കമ്മീഷണർ ഇതിൽ ഒപ്പിട്ട് ഈ മഹർസറിൽ നടന്നിട്ടുള്ള ഇടപാടുകൾ പങ്കാളിയായിട്ടില്ല. അത് വലിയ വീഴ്ചയായി തന്നെ അന്വേഷണ സംഘം കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ഈ മഹർസറിൽ ഒപ്പിടാതെ മാറി നിന്നത് ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കോടതിയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ഡ്രാമയായിരുന്നു അന്ന് ഇയാൾ ഒപ്പിടാതിരുന്നുള്ള SITയുടെ നിലവിലുള്ള നിരീക്ഷണം. ഇതിന്റെ ഭാഗമായി നേരത്തെ ദേവസ്വം കമ്മീഷണറായി N വാസുവിനെ അടക്കം ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ KS ബൈജുവിനെ ഇന്ന് രാത്രിയോടുകൂടിയാണ് അറസ്റ്റ് ചെയ്തത്. നിലവിൽ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ചോദ്യം ചെയ്ത് വരികയാണ്. ഇയാളെ നാളെ പത്തനംതിട്ട റാന്നി കോടതിയിൽ ഹാജരാക്കും. നാളെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങും. ഒപ്പം തന്നെ ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളായിട്ടുള്ള മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, ഒപ്പം തന്നെ സുധീഷ് കുമാർ അടക്കമുള്ള പ്രതികൾക്ക് വേണ്ടി നിലവിൽ അവർ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള മുരാരി ബാബുവിനും സുധീഷ് കുമാറിനും വേണ്ടി നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. അങ്ങനെയാകുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും സുധീഷ് കുമാറും ഒപ്പം തന്നെ KS ബൈജു 4 പ്രതികളെ ഒരുമിച്ച് കസ്റ്റഡിയിൽ കിട്ടുമെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഈ കേസിൽ ആദ്യമായിട്ടാണ് ഇത്രയും അധികം പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പറ്റുന്നുള്ള സവിശേഷത കൂടിയുണ്ട്. ഇന്നലെ ഈ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വെച്ച് SP വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ, ക്രൈംബ്രാഞ്ച് മേധാവി വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം ചേർന്നിരുന്നു. യോഗത്തിന്റെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നത്തെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ച N വാസു അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുമോ, ഇനി ഒന്നുകൂടി ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും അടക്കമുള്ള ചോദ്യങ്ങളാണ്. ഒപ്പം തന്നെ അന്നത്തെ ദേവസ്വം സെക്രട്ടറി നിലവിൽ ജയശ്രീ നാളെ പത്തനംതിട്ട സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് കൊണ്ട് തന്നെ കോടതിയുടെ അത് പരിഗണിച്ച ശേഷം മാത്രം മതിയാവുമോ ജയശ്രീയുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നോക്കി കാണേണ്ടതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ജയശ്രീയുടെ അറസ്റ്റ് അനിവാര്യമാണ്. പക്ഷേ ജയശ്രീക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് അയച്ചപ്പോൾ ജയശ്രീ ായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോടതി നാളെ ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ശേഷമായിരിക്കും, കോടതിയുടെ നിലപാടറിഞ്ഞ ശേഷമായിരിക്കും അന്വേഷണ സംഘം ജയശ്രീയുടെ അറസ്റ്റിലൊക്കെ രേഖപ്പെടുത്തുക. എന്താണെങ്കിലും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റുകളിൽ ഒന്നാണ് അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ ആയിട്ടുള്ള ബൈജുവിന്റെ അറസ്റ്റ്. ബൈജുവിനെ ഇന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമാണ് ഈഞ്ചക്കലിലെ ഈ ആസ്ഥാനത്തേക്ക്, ക്രൈംബ്രാഞ്ചിന്റെ ആസ്ഥാനത്തേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വീണ്ടും അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. കേസുമായി ബന്ധപ്പെട്ട 4ാമത്തെ അറസ്റ്റാണിത്. മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവാണ് അറസ്റ്റിലായിരിക്കുന്നത്. ശബരിമല ക്ഷേത്രം സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിലെ പാകപ്പിഴ ചൂണ്ടിക്കാണിച്ച് തിരുവാഭരണം കമ്മീഷണർ 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അയച്ച കത്തിന്റെ പകർപ്പ് 24ന് ദേവസ്വം മാനുവൽ പാലിക്കുന്നില്ല എന്നും ഉരുപ്പടികളുടെ രജിസ്റ്ററുകൾ കൃത്യമായി പാലിക്കുന്നില്ല എന്നും RG രാധാകൃഷ്ണൻ ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന് അയച്ച കത്തിൽ പറയുന്നു. കത്തിൽ ദേവസ്വം ബോർഡ് തുടർ നടപടികൾ എടുത്തില്ല എന്ന് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന CR രാധാകൃഷ്ണൻ 24നോട് പറഞ്ഞു. 2019 ഈ മദ്രാസിൽ കൊണ്ടുപോയിട്ട് ദ്വാരപാല വിഗ്രഹങ്ങളിലെ ആ ചെമ്പിൽ സ്വർണം പൂശിയതിന് ശേഷം ഈ ആഗസ്റ്റ് മാസം 30-ാം തീയതി എഴുതിയ മഹസർ എഴുതിയതിന് ശേഷം തിരുവാഭരണ കമ്മീഷൻ ഓഫീസിൽ വന്ന് ഇമ്മീഡിയറ്റായിട്ട് 3 ദിവസത്തിനകം പ്രസിഡന്റിന് ഒരു വിശദമായ കത്ത് തയ്യാറാക്കി അയക്കുകയായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഇത്തരം സാധനങ്ങളെല്ലാം ഇതിൻ്റെ റൂൾ അനുസരിച്ചും സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചും മാനുവൽ നിയമങ്ങൾ അനുസരിച്ചല്ല ചെയ്യുന്നത്. മാത്രമല്ല ക്ഷേത്രങ്ങളിലാകെ മൊത്തമുള്ള ഈ വരുമാനം സംബന്ധിച്ച് എങ്ങനെ തിരുവാഭരണങ്ങളുടെ, ഭരണിപാത്രങ്ങളുടെ, വിലപിടിച്ച ഉരുപ്പടികളുടെ രജിസ്റ്ററുകൾ കൃത്യമായി പാലിക്കുന്നില്ലെന്നും അതിൻ്റെ വെരിഫിക്കേഷൻ നടക്കുന്നില്ലെന്നും അതിൻ്റെ എണ്ണപ്പടി പരിശോധനയില്ലെന്നും അതിൻ്റെ റെക്കോർഡുകൾ യഥാസമയം താഴെയുള്ള ഓഫീസുകളിൽ മേലോട്ട് അയക്കുന്നില്ലെന്നും അടിയന്തരത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ കാര്യം റെക്ടിഫൈ ചെയ്യണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് നേരിട്ട് തിരുവാഭരണ കമ്മീഷൻ കത്തയക്കുകയായിരുന്നു.
ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദങ്ങൾക്കിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ കാലാവധി നീട്ടി നൽകേണ്ട എന്ന് CPIMന്റെ തീരുമാനം. നാളെ ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പുതിയ ഭരണസമിതിയെക്കുറിച്ച് തീരുമാനമാകും. മുൻ MP A സമ്പത്ത്, മുൻ MLA TK ദേവകുമാർ എന്നിവരെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷ പദവിയിൽ 2 കൊല്ലം പൂർത്തിയാക്കിയ PS പ്രശാന്തിനും അംഗം A അജുകുമാറിനും 2026 ജൂൺ വരെ കാലാവധി നീട്ടി നൽകാൻ സർക്കാർ ആലോചിച്ചിരുന്നു. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ വിവാദത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് എതിർ നിരീക്ഷണങ്ങൾ ഉണ്ടായതോടെയാണ് കാലാവധി നീട്ടി നൽകേണ്ടതില്ലെന്ന ധാരണയിലേക്ക് CPIM എത്തിയത്. കാലാവധി നീട്ടി നൽകിയാൽ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് പിന്മാറ്റം. ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മുൻ MP A സമ്പത്ത്, മുൻ MLAയും കയർഫെഡ് ചെയർമാനുമായ TK ദേവകുമാർ തുടങ്ങിയവരെയാണ് CPIM പരിഗണിക്കുന്നത്. കൊല്ലത്തു നിന്നുള്ള ചില നേതാക്കളും പരിഗണനയിലുണ്ട്. ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെയാകും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPIM പരിഗണിക്കുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റ് ആരാണെന്ന കാര്യം നാളെ ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കും. ദേവസ്വം ബോർഡിലെ പാർട്ടി പ്രതിനിധിയായി CPI വിളപ്പിൽ രാധാകൃഷ്ണന്റെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ട്. CPI സംസ്ഥാന കൗൺസിൽ അംഗവും ജില്ലാ പഞ്ചായത്ത് മുൻ അംഗവുമാണ് വിളപ്പിൽ രാധാകൃഷ്ണൻ. മന്ത്രിസഭയിലെ ഹിന്ദു മന്ത്രിമാരും നിയമസഭയിലെ ഹിന്ദു MLAമാരുമാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളെ തെരഞ്ഞെടുക്കേണ്ടത്. G സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി നിയമഭേദഗതിയിലൂടെ 2 വർഷമായി കുറച്ചത്. അന്നത്തെ നിയമഭേദഗതി ഓർഡിനൻസ് കൊണ്ടുവന്ന് തിരുത്തി PS പ്രശാന്തിന് കാലാവധി നീട്ടി നൽകാനായിരുന്നു നീക്കം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതിക്കൂട്ടിലായതോടെ ആ വഴി അടയുകയാണ് ഉണ്ടായത്. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു വാർത്ത നോക്കാം. തൃശൂർ കുതിരാനിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. റോഡിലൂടെ കാട്ടാന നടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക്. ഇനി ബീഹാറിലേക്കാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് 64.7 പോളിംഗ് ശതമാനം. വോട്ടെടുപ്പിനിടെ വിവിധയിടങ്ങളിൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ വിജയകുമാർ സിൻഹയുടെ വാഹനവ്യൂഹത്തിന് നേരെ കല്ലേറുണ്ടായി. ശക്തി കേന്ദ്രങ്ങളിലെ ബൂത്തുകളിൽ വോട്ടിംഗ് മന്ദഗതിയിലാക്കാൻ വൈദ്യുതി ബന്ധം തടസ്സപ്പെടുത്തിയെന്ന് RJD ആരോപിച്ചു. മഹാസഖ്യത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ്, പിതാവ് ലാലു പ്രസാദ് യാദവ് അടക്കം പ്രമുഖർ ആദ്യഘട്ടത്തിൽ വോട്ട് ചെയ്തു. ആദ്യഘട്ട വോട്ടെടുപ്പിൽ വിജയമുറപ്പെന്നാണ് ഇരു മുന്നണികളുടെയും പ്രതികരണം. രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണം ഉന്നയിച്ച ഹരിയാനയിലെ റായ് ഗ്രാമത്തിൽ 24 വാർത്താ സംഘമെത്തി. ബ്രസീലിയൻ മോഡലിന്റെ ചിത്രമുള്ള 3 വോട്ടർമാരെ 24 കണ്ടെത്തി. രാഹുൽ ഗാന്ധി പരാമർശിച്ച പിങ്കിയും ബിമലയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയെന്ന് സ്ഥിരീകരിച്ചു. 24 അന്വേഷണം. ഒരേ ഫോട്ടോയിൽ പല പേരിൽ വോട്ടർമാർ. വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടിയ വോട്ടർ പട്ടിക കണ്ടവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഹരിയാനയിലെ BJP അപ്രതീക്ഷിത വിജയം നേടിയത് ഈ വിധം തിരിമറികൾ നടത്തിയാണെന്ന് രാഹുൽ ഗാന്ധിയുടെ ആരോപണം അന്വേഷിക്കാനാണ് ഞങ്ങൾ സോണിപത് ജില്ലയിലെ റായ് മണ്ഡലത്തിലെത്തിയത്. ആദ്യം പോയത് അക്ബർപൂർ ബറോട്ട എന്ന ഗ്രാമത്തിലെ പൂനത്തിന്റെ വീട്ടിൽ. കുടുംബ പ്രശ്നം കാരണം വർഷങ്ങൾക്ക് മുൻപ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയതാണ് പൂനം. എന്നാൽ ഭർത്താവ് സോനുവും മക്കളിലൊരാളും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ താൻ വർഷങ്ങളായി റായ് മണ്ഡലത്തിൽ വോട്ടറാണെന്നും കഴിഞ്ഞ വർഷം വോട്ട് ചെയ്തില്ലെന്നും പൂനം പറഞ്ഞു. आपने नहीं डाला था वोट? हाँ, मोरे को हो गए 13-14 साल हो गए होंगे। तो 13-14 साल में आपने अभी तक वोट नहीं डाला? क्यों डालते नहीं है, हम तो उधर ही डालते हैं. ഇതേ ഫോട്ടോയിലുള്ള 2 പേരെ കൂടി കണ്ടു. ആ 2 പേരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർ. बट जब मेरा पहला वोट कार्ड बन के आया था तो उसमें फोटो चेंज आई थी और नाम एड्रेस वगैरह सब कुछ सेम था. ये फोटो नहीं थी, कोई और महिला थी, ये फोटो नहीं थी उसमें. चुनाव आप वोट किया था? हाँ जी, कराया था. किया दिया? हाँ, किया गया. വോട്ടർമാരുടെ എല്ലാം പേരിനോടൊപ്പം ഉണ്ടായിരുന്ന ബ്രസീലുകാരിയെ ഇവർക്കാർക്കും അറിയില്ല. പക്ഷേ വോട്ടർ പട്ടികയിൽ രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടിയ 3 പേരും യഥാർത്ഥത്തിൽ ഉള്ളതാണെന്ന് അന്വേഷണത്തിൽ ബോധ്യമായി. പക്ഷേ വോട്ടർ പട്ടികയിലെ ചിത്രം മാറിയത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഹരിയാനയിൽ നിന്ന് മോഹൻകുമാറിനൊപ്പം അജീഷ് ജയകുമാർ, 24. JNU വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇടതു സഖ്യത്തിന് വൻ വിജയം.
മുഴുവൻ സീറ്റിലും AISA, SFI, DSF സഖ്യം വിജയിച്ചു. കഴിഞ്ഞ തവണ ABVP നേടിയ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം ഇടതു സഖ്യം തിരിച്ചുപിടിച്ചു. വൈസ് പ്രസിഡന്റ് സ്ഥാനം മലയാളിയായ K. ഗോപികയ്ക്ക്. കേന്ദ്ര വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് ഗോപിക 24-നോട് പറഞ്ഞു. അധികം സന്തോഷം. RSS, ABVP, BJP ഇവിടെ അവരുടെ വയലൻസിന്റെ ഒരു പൊളിറ്റിക്സിന്റെ എതിരെ സ്റ്റുഡൻസ് തന്നിട്ടുള്ള ഒരു മാൻഡേറ്റ് തന്നെയാണ് ഈ ഇലക്ഷൻ. ഭാവിയിൽ ഈ ഫണ്ട് കട്ട്സ്, NEP, പ്രൈവറ്റൈസേഷൻ, കോർപ്പറേറ്റൈസേഷന്റെ എതിരെ തന്നെ യൂണിയൻ ഒരു സ്ട്രോങ് യൂണിയൻ ആയിട്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ നിൽക്കും. വയനാട് കൂറമ്പാലക്കോട്ടെ അമ്പലംകുന്ന് ഉന്നതിയിൽ തകർന്ന വീട്ടിൽ തിങ്ങിപ്പാർക്കുന്ന 22-അംഗ കുടുംബത്തെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കണമെന്ന് JRP നേതാവ് CK ജാനു. പട്ടികവർഗ വകുപ്പ് മന്ത്രിയുടെ നിയോജക മണ്ഡലത്തിലാണ് ഈ അവസ്ഥ. അതിദാരിദ്ര്യം മാറി എന്നാണ് സർക്കാർ പറയുന്നത്. ഇവരെ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുകയെന്നും CK ജാനു ചോദിച്ചു. കുടുംബത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും CK ജാനു 24-നോട് പറഞ്ഞു. അമ്പലംകുന്ന് കുറുമ്പാലക്കോട്ടയിലെ ചന്ദ്രൻ്റെ ഈ കുടുംബത്തിന് എത്രയും പെട്ടെന്ന് ഭൂമി കൊടുത്ത് അവരെ പുനരധിവസിപ്പിച്ച് വീട് വെക്കുന്ന തലത്തിലേക്കാണ് ശരിക്കും പോകേണ്ടത്. മന്ത്രിയാണ് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിദാരിദ്ര്യ ഇല്ല, ഇവിടെ എല്ലാം മാറി എന്ന് പറഞ്ഞിട്ട്. മന്ത്രിയുടെ അതിദാരിദ്ര്യം മാറിയിട്ടുണ്ടാവും. ഓരോ സ്ഥലത്തും ആദിവാസികളും ദളിതരും കക്കൂസിൻ്റെ സ്ലാവും അടുപ്പും തറയൊക്കെ മാറ്റിയിട്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്പസമയം മുൻപ് തൃശൂർ കുതിരാനിൽ കാട്ടാന ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ 24 പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വരികയാണ്. കുതിരാനിൽ വീടിന് നേരെ ഒറ്റയാന്റെ ആക്രമണം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വീടിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക് സൂരജ് സജീവ് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുകയാണ്. സൂരജ്, ഈ കാട്ടാന ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ അല്പസമയം മുൻപ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇതേ കാട്ടാന തന്നെയാണ് ഈ ആക്രമണം നടത്തിയത്. നിലവിൽ ഈ വീട്ടിലുള്ളവർ സുരക്ഷിതരാണോ? പ്രവിത, ഈ വീടിനുള്ളിലുള്ളവർ സുരക്ഷിതരാണ്. ഇത് 2ാം തവണയാണ് ഇന്ന് തന്നെ ജനവാസ മേഖലയിൽ ഇറങ്ങി ഇത്തരത്തിൽ ഈ കാട്ടാന ഈ വീടിന് നേരെ ആക്രമണം നടത്തുന്ന. ആദ്യ ഘട്ടത്തിൽ ഈ കാട്ടാന ജനവാസ മേഖല ഉൾപ്പെടുന്ന ഈ മേഖലയിൽ എത്തുകയും പിന്നീട് അവിടെ നിന്ന് നാട്ടുകാർ ബഹളമുണ്ടാക്കി ആനയെ തുരത്തുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും മടങ്ങിയെത്തിയ ആന ഈ ജനവാസ മേഖലയിലൂടെ പോവുകയായിരുന്നു. ആ സമയത്ത് ആ ദൃശ്യങ്ങളിൽ കാണാം, ഒരു നായ ഈ ആനയെ കണ്ട് വല്ലാതെ കുരക്കുന്നുണ്ട്. ആ നായ കുരക്കുന്നതിൽ പ്രകോപിതനായ ആന ഈ വീടിന് നേരെ പാഞ്ഞെടുത്ത് ആക്രമണം നടത്തുകയായിരുന്നു. വീടിന് മുന്നിൽ സ്ഥാപിച്ച ഇരുമ്പ് തൂണുകൾ തുമ്പിക്കൈ വീശി ആന അടിച്ച് ഇടുകയും ചെയ്തു. അതിനുശേഷം ആന പാഞ്ഞു പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഏതാനും ദിവസങ്ങളായി ഈ കുതിരാനിൽ ഒറ്റയാൻ ഇറങ്ങിയുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വനംവകുപ്പ് വാച്ചറെ കഴിഞ്ഞ ദിവസം ആന ആക്രമിച്ചിരുന്നു. അതിനുശേഷം പെട്രോളിങ്ങിനെത്തിയ വനംവകുപ്പിന്റെ ജീപ്പ് തന്നെ ആന തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് വനം മന്ത്രി സ്ഥലം സന്ദർശിച്ച് അടിയന്തര നടപടികളിലേക്ക് കടക്കും. ആനയെ ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള കുങ്കികൾ എത്തിച്ച് ആനയെ മാറ്റുന്നതിനുള്ള നടപടി ഉണ്ടാകുമെന്ന് വനം മന്ത്രി തന്നെ അറിയിച്ചതാണ്. പക്ഷേ അത്തരം ഒരു നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കുന്നതിൽ ഒരു മന്ദഗതിയുണ്ട്. അതിനിടയിലാണ് ആന വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിക്കൊണ്ട് വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ആളുകളെ സംബന്ധിച്ച് വീടിന് നേരെ ഇപ്പോൾ ആനയുടെ ആക്രമണം ഉണ്ടാവുക കൂടി ചെയ്തതോടെ ആശങ്ക ഇരട്ടിച്ചിരിക്കുന്ന സ്ഥിതിയാണുള്ളത്. പ്രവിത, സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കുതിരാനിലാണ് ഒറ്റയാന്റെ ആക്രമണം. വീടിന് നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരമാണ് ഇപ്പോൾ സൂരജ് സജി നൽകുന്നത്. ഇന്നേ ദിവസം ഉണ്ടാകുന്ന 2ാമത്തെ ആക്രമണമാണ് ഇത് എന്നാണ് സൂരജ് സജി നൽകുന്ന വിവരം. പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ സസ്പെൻഷനിലായിരുന്ന പ്രധാനാധ്യാപികയെ തിരിച്ചെടുത്തു. DOയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചെടുത്തത് എന്ന് മാനേജ്മെന്റ് പറഞ്ഞു. സംഭവത്തിൽ DDEക്ക് കുടുംബം പരാതി നൽകി. കഴിഞ്ഞ മാസം 14-നാണ് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അർജുൻ ആത്മഹത്യ ചെയ്തത്. ക്ലാസ് അധ്യാപിക അർജുനെ മാനസികമായി പീഡിപ്പിച്ചിരുന്നെന്നും ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായും വിദ്യാർത്ഥികളും കുടുംബവും ആരോപിച്ചിരുന്നു. തുടർന്ന് വലിയ പ്രതിഷേധമാണ് സ്കൂളിൽ നടന്നത്. പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ക്ലാസ് അധ്യാപിക ആശയെയും അധ്യാപികയെ പിന്തുണച്ച് സംസാരിച്ച പ്രധാനാധ്യാപിക ലിസിയെയും സസ്പെൻഡ് ചെയ്തിരുന്നു. ഉന്നതതല അന്വേഷണം നടത്തി ടീച്ചർമാർ കുറ്റക്കാരല്ല എന്ന് തെളിയും വരെ സസ്പെൻഷൻ നീളുമെന്നായിരുന്നു അന്ന് മാനേജ്മെന്റ് അറിയിച്ചിരുന്നത്. വിഷയത്തിൽ വിദ്യാർത്ഥികളിൽ നിന്നടക്കം കുഴൽമന്ദം പോലീസ് മൊഴിയെടുക്കൽ തുടരുകയാണ്. ഇതിനിടെയാണ് പ്രധാനാധ്യാപിക സ്കൂളിൽ തിരിച്ചെത്തിയത്. DOയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. എന്നാൽ നിയമപ്രകാരം DDE അനുമതിയില്ലാതെ നിർദ്ദേശം നൽകാൻ DOയ്ക്ക് അധികാരമില്ല. അത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് DDE വ്യക്തമാക്കി. മാനേജ്മെന്റും DOയും തമ്മിൽ ഒത്തുകളിക്കുകയാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഒത്തുകളിയായിരിക്കും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ DO ഓഫീസിന്റെ ഫ്രണ്ടിൽ തന്നെ DD ഓഫീസിന്റെ ഫ്രണ്ടിലായിരിക്കുന്നത്. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു റിപ്പോർട്ടും, അതായത് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അവർ പറഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് അപേക്ഷ തന്നിരിക്കുന്നവരാണ്. ഒരു റിപ്പോർട്ട് പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ അതിന്റെ ഒത്തുകളിയല്ലാതെ പിന്നെ ഇങ്ങനെ വരില്ലല്ലോ. ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കുടുംബം പരാതി നൽകി. നടപടിയുണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സ്കൂളിൽ പ്രതിഷേധം നടത്താനാണ് കുടുംബത്തിന്റെ തീരുമാനം. 24 പാലക്കാട്.
സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടെ എക്സൈസ് രജിസ്റ്റർ ചെയ്ത 33,306 NDPS കേസുകൾ. എറണാകുളം ജില്ല ലഹരി ഹബ്ബായി മാറുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത്. 2021 മെയ് 21 മുതൽ 2025 ഓഗസ്റ്റ് 31 വരെയുള്ള കണക്കുകളാണ് 24 പുറത്തുവിടുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്തത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. ഇക്കഴിഞ്ഞ 8 മാസത്തിനിടെ എറണാകുളത്ത് നിന്ന് 1105 NDPS കേസുകളാണ് എക്സൈസ് രജിസ്റ്റർ ചെയ്തത്. 2024 1010 കേസുകളും 2023 928 കേസുകളും 2022 807 കേസുകളും 2021 304 കേസുകളുമായി ലഹരി വിൽപ്പനയിൽ എറണാകുളം മുന്നിട്ട് നിൽക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ 919 NDPS കേസുകളാണ് കോട്ടയത്ത് റിപ്പോർട്ട് ചെയ്തത്. 2024-23 വർഷങ്ങളിലും യഥാക്രമം 888, 810 NDPS കേസുകളും ഇവിടെ നിന്ന് രജിസ്റ്റർ ചെയ്തു. ഇടുക്കി ലഹരി കേസുകളിൽ 3-ാം സ്ഥാനത്താണുള്ളത്. കാസർഗോഡാണ് ലഹരി കേസുകൾ ഏറ്റവും കുറവ്. സംസ്ഥാനത്ത് ഈ വർഷം ഓഗസ്റ്റ് 31 വരെ 8622 ലഹരി കേസുകളാണ് എക്സൈസ് വകുപ്പ് രജിസ്റ്റർ ചെയ്തത്. 2024 8160 കേസുകളും 2023 8104 കേസുകളും 2022 6116 കേസുകളും 2021 2304 കേസുകളും എക്സൈസ് രജിസ്റ്റർ ചെയ്തു. ഓരോ വർഷം കഴിയുംതോറും രജിസ്റ്റർ ചെയ്യുന്ന ലഹരി കേസുകളിൽ വൻ വർധനയാണ് ഉണ്ടാകുന്നത്. അരുൺരാജ്, 24, കൊല്ലം. ചരിത്ര നീക്കത്തിനൊരുങ്ങി ഇന്ത്യൻ ഫുട്ബോൾ. ഇന്ത്യൻ പാസ്പോർട്ട് സ്വന്തമാക്കിയ ഓസ്ട്രേലിയൻ താരം റയാൻ വില്യംസ് വൈകാതെ ഇന്ത്യൻ ദേശീയ ടീമിനായി പന്തുതട്ടും. പതനത്തിന്റെ പടുകുഴിയിലുള്ള ഇന്ത്യൻ ഫുട്ബോളിന്റെ അതിജീവനത്തിലേക്കുള്ള പിടിവള്ളി. ഇന്ത്യൻ വംശജരായ വിദേശ താരങ്ങളെ ദേശീയ ടീമിലേക്ക് എത്തിക്കണമെന്ന ദീർഘനാളത്തെ ആവശ്യം ഒടുവിൽ നടപ്പാവുന്നു. ചരിത്രത്തിലേക്ക് ബൂട്ടുകെട്ടാൻ ഒരുങ്ങുന്നത് ഓസ്ട്രേലിയൻ താരം റയാൻ വില്യംസും നേപ്പാളുകാരൻ അഭിനീത് ഭാരതിയും. ഓസ്ട്രേലിയൻ ദേശീയ ടീമിനായി ഒരു മത്സരം കളിച്ചിട്ടുള്ള റയാൻ വില്യംസിന്റെ അമ്മ മുംബൈയിൽ നിന്നുള്ള ആംഗ്ലോ ഇന്ത്യൻ കുടുംബത്തിൽ നിന്നാണ്. മുത്തച്ഛൻ സന്തോഷ് ട്രോഫിയിൽ ബോംബെ ടീമിനായി പന്തു തട്ടിയിട്ടുണ്ട്. 2023 സീസൺ മുതൽ ISLൽ ബംഗളൂരു FCക്കായി പന്തു തട്ടുന്ന റയാൻ വില്യംസ് ഇന്ത്യൻ കോച്ച് ഖാലിദ് ജമീലിന്റെ സമ്മർദ്ദങ്ങളുടെ കൂടി ഫലമായാണ് ഇന്ത്യക്കൊപ്പം ചേരാൻ തീരുമാനമെടുത്തത്. ഇന്ത്യൻ പാസ്പോർട്ട് സ്വന്തമാക്കിയ റയാന ഫുട്ബോൾ ഓസ്ട്രേലിയയിൽ നിന്നുള്ള NOC കൂടി കിട്ടിയാൽ കളിക്കാനാകും. നേപ്പാളിൽ നിന്ന് നൈജീരിയ വഴി ഇന്ത്യയിലെത്തിയ അഭിനീത നിലവിൽ ബെൽജിയം ടോപ്പ് ഡിവിഷനിൽ കളിക്കുന്ന താരമാണ്. അഭിനീതിന് നേരത്തെ തന്നെ ഇന്ത്യൻ പാസ്പോർട്ടുണ്ട്. ഇരു താരങ്ങളും ഏഷ്യൻ കപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇന്ത്യയുടെ നീലക്കുപ്പായത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക് 24 ബിഗ് ബ്രേക്കിംഗ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനാസ്ഥയിൽ രോഗിക്ക് ജീവൻ നഷ്ടമായെന്ന പരാതി. കൊല്ലം പന്മന സ്വദേശി വേണുവിനെ അടിയന്തര ആൻജിയോഗ്രാമിന് നിർദ്ദേശിച്ചിട്ടും 6 ദിവസം കഴിഞ്ഞും പരിശോധന നടത്തിയില്ല. മെഡിക്കൽ കോളേജിലെ അനാസ്ഥ വെളിവാക്കുന്ന വേണുവിന്റെ ശബ്ദ സന്ദേശം 24 പുറത്തുവിട്ടു. സംഭവത്തിൽ ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് അൻവർ സാത്ത ഞാൻ ഇന്ന് 5ാമത്തെ ദിവസം ഇവർ എൻ്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. മരണം സംഭവിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വേണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശമാണിത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വേണു അനുഭവിച്ച ദുരവസ്ഥ ഈ വാക്കുകളിൽ വ്യക്തമാണ്. ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അൻവർ സാത്തെ ആ വോയിസ് എൻ്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം. നെഞ്ചുവേദനയെ തുടർന്ന് ഇക്കഴിഞ്ഞ 31-നാണ് വേണുവിനെ ചവറയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും തുടർന്ന് ജില്ലാ ആശുപത്രിയിലേക്കും എത്തിച്ചത്. അടിയന്തര ചികിത്സ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 5 ദിവസം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞിട്ടും ഭർത്താവിന് ചികിത്സ നൽകിയില്ലെന്ന് വേണുവിന്റെ ഭാര്യ 24-നോട് പറഞ്ഞു. അവിടെ നിൽക്കുന്ന ഒരു സിസ്റ്റർമാരോട് സിസ്റ്റർ ഇന്ന പേഷ്യന്റ് തലവേദനയാണെന്ന് പറഞ്ഞാൽ അവർ പറയും അത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ല, ഡോക്ടർ ഗുളിക തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എഴുതി തരാൻ പറ്റൂ. എന്നിട്ട് ഹസ്ബൻഡ് അവിടെ ഭയങ്കരമായിട്ട് ബഹളം വെച്ച് തലവേദന എടുക്കുന്നു. അന്നേരം ഒരു സിസ്റ്റർ ഒന്ന് പറഞ്ഞു വന്ന് ഇഞ്ചക്ഷൻ എടുക്കാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി. അവർ വന്നില്ല. ഇന്നലെ വൈകിട്ടോടെ ആരോഗ്യനില മോശമായ വേണു മരിച്ചു. ചികിത്സ വൈകിയെന്നാരോപിച്ച് മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും കുടുംബം പരാതി നൽകി. അതേസമയം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ വിശദീകരണം. ആൻജിയോഗ്രാമിന്റെ ടൈം കഴിഞ്ഞിരുന്നു. അത് 24 hours കഴിഞ്ഞ് എവോൾഡ് MI എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആൻജിയോഗ്രാമിന്റെ ടൈം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് റീനൽ ഫംഗ്ഷൻ ക്രിയാറ്റിൻ കുറച്ച് എലിവേറ്റഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് പിന്നെ ആൻജിയോഗ്രാം ചെയ്യാവുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. സംഭവത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. ഡോക്ടർമാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാരടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തി.
കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇടപ്പള്ളിക്കോട്ടയിൽ ദേശീയപാത ഉപരോധിച്ചു. വേണുവിന്റെ സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടന്നു. 24 കൊല്ലം. ഇതോടെ ലേറ്റ് എഡിഷന്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.